നമസ്കാരം. ഗാസയിൽ വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിവന്ന കടന്നാക്രമണത്തിന് അല്പം ശമനമുണ്ടായത് അമേരിക്കയുടെ അടക്കം ഇടപെടലിൽ ജനുവരിയിൽ വെടിനിർത്തൽ ഉണ്ടായതോടെയാണ്. അത് രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കെയാണ് ഒരു പ്രകോപനവുമില്ലാതെ മാർച്ച് 18-ന് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും കൂട്ടക്കുരുതി ആരംഭിച്ചത്. ഇതിന് സഹായകമായാണ് 15 മുതൽ അമേരിക്ക യമനിൽ ആക്രമണം നടത്തിയതെന്ന് ഇതോടെ വ്യക്തമായി. ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായും പുറത്താക്കി ആ ഭൂഭാഗം തട്ടിയെടുക്കാൻ അമേരിക്കയ്ക്കുള്ള പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പരസ്യമാക്കിയിട്ടുമുണ്ട്. അതിനൊപ്പം വെസ്റ്റ് ബാങ്കിനെ പടിപടിയായി ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുന്നതിനുള്ള പദ്ധതിയാണ് യാങ്കി സയനിസ്റ്റ് സഖ്യം നടപ്പിലാക്കി വരുന്നത്. ഗാസയും വെസ്റ്റ് ബാങ്കും ചേർന്ന പലസ്തീൻ രാഷ്ട്രമെന്ന ലോകത്തിന്റെ സ്വപ്നം അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചും UN പ്രമേയങ്ങളെ ധിക്കരിച്ചും വെസ്റ്റ് ബാങ്കിൽ 13 ജൂത കുടിയേറ്റ കേന്ദ്രം കൂടി നിർമ്മിക്കാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് കുടിയേറുന്ന ജൂതർക്ക് പാർപ്പിടങ്ങളും ആശുപത്രികളും അടക്കം എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിരിക്കും ഇവ. ഇതിനായി വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീൻകാരെ തുരത്താൻ നിഷ്ഠുരമായ ആക്രമണങ്ങൾ കുടിയേറ്റക്കാരും ഇസ്രയേലി സൈന്യവും നടത്തുന്നുണ്ട്. ഇത്തവണ ഓസ്കാർ പുരസ്കാരം നേടി ഇസ്രയേലി പലസ്തീൻ ഡോക്യുമെന്ററി നോ അതർ ലാൻഡ് സംവിധായകൻ ഹംദാൻ ബലാലിനെ മുഖംമൂടി ധരിച്ചെത്തിയ അനധികൃത കുടിയേറ്റക്കാർ ചൊവ്വാഴ്ച വെസ്റ്റ് ബാങ്കിൽ ആക്രമിച്ചതും ഒരു ഉദാഹരണമാണ്. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ ഹംദാനെ ഇസ്രയേലി പട്ടാളം ആംബുലൻസ് തടഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. ഹംദാന്റെ സംവിധാന പങ്കാളിയായ ഇസ്രയേലി ചലച്ചിത്രകാരൻ യുവാൻ അബ്രഹാമാണ് ഇക്കാര്യം എക്സിലൂടെ ലോകത്തോട് പറഞ്ഞത്. ജനുവരി 19-ന് വെടിനിർത്തൽ കരാറിലെത്തിയ ശേഷം പല തവണ ഇസ്രയേൽ അത് ലംഘിച്ച് ഗാസയിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ 18-ന് കനത്ത തോതിൽ ആക്രമണത്തോടെ ഏകപക്ഷീയമായി യുദ്ധം പുനരാരംഭിച്ചു. തുടർന്ന് 8 ദിവസത്തിനിടെ 1000-ഓളം പേർ കൂടി ഗാസയിൽ കൊല്ലപ്പെട്ടു. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രയേൽ കടന്നാക്രമണത്തിൽ നേരിട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 1,00,000 കടന്നു. അവിടെ ആകെ ജനസംഖ്യയിൽ 2.1% വരും ഇതെന്നാണ് BBC-യുടെ റിപ്പോർട്ട്. ഇതുകൂടാതെ കാണാതായവരിൽ 10,000-ത്തിലധികം ആളുകൾ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നതിനാൽ ആകെ മരണസംഖ്യ 61,700 കടന്നതായാണ് ഗാസയിലെ സർക്കാർ കണക്ക്. ആശുപത്രികൾ അടക്കം തകർക്കപ്പെട്ടതിനാൽ ചികിത്സ ലഭിക്കാതെയും മറ്റും മരിച്ചവർ കൂടിയാകുമ്പോൾ മരണസംഖ്യ 41% കൂടി ഉയരുമെന്നാണ് 2 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ബ്രിട്ടീഷ് വൈദ്യശാസ്ത്ര ജേണൽ ലാൻസെറ്റ് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലി അതിക്രമത്തിന്റെ യഥാർത്ഥ ഭീകരത പുറം ലോകം അറിയുന്നത് തടയാൻ മാധ്യമ പ്രവർത്തകരെ മുന്നമിട്ട് കൊല്ലുകയാണ്. ഒരാഴ്ചക്കിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ 10 മാധ്യമ പ്രവർത്തകരുണ്ട്. വെടിനിർത്തലിന് മുമ്പുള്ള 15 മാസത്തിനിടെ 173 മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വിദേശികൾ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ അനുവദിക്കുന്നില്ല. രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പ് ഹിറ്റ്ലർ നടത്തി വന്നതിന് സമാനമായ വംശഹത്യയാണ് ഇസ്രയേൽ നടപ്പാക്കുന്നത്. ഈ ഭ്രാന്ത് അവസാനിപ്പിക്കണമെന്ന തങ്ങളുടെ അഭ്യർത്ഥന ലോകം ചെവിക്കൊള്ളാത്തതിൽ ദുഃഖം പ്രകടിപ്പിച്ച ഒരു UN ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, വിരാമമില്ലാത്ത ഇസ്രയേലി ആക്രമണം നമ്മുടെ സാമൂഹ്യ ബോധ്യത്തിനുമേലുള്ള രക്തക്കറയാണ് എന്നാണ്. ഇസ്രയേലിന്റെയും അതിന്റെ എല്ലാ ഒത്താശയും ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധം മൂലം ആവശ്യ സാധനങ്ങൾ പോലും കിട്ടാനില്ലാത്ത ഒരു ജനതയെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന് വേട്ടയാടുന്നത്. ആദരണീയനായ നെൽസൺ മണ്ടേലയെ പോലും അമേരിക്കയും ബ്രിട്ടനും മറ്റും ഭീകരനെന്ന് മുദ്ര കുത്തിയ അനുഭവം ലോകത്തിനുണ്ട്. ഒടുവിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ സർക്കാരിനെ ലോകം ഒറ്റക്കെട്ടായി ഒറ്റപ്പെടുത്തിയപ്പോഴാണ് മണ്ടേലയുടെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന് സമാനമായി ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചില്ലെങ്കിൽ ലോകം വലിയ വില നൽകേണ്ടി വരും.